ഇത്താത്ത മേടിക്കുമ്പോ അറിയാം ഷീ നോസ് ഐ വിൽ ടേക്ക് ഇറ്റ്. അപ്പൊ ഇത്താത്ത എന്ത് മേടിക്കുകയാണെങ്കിലും ഷീ നോസ് ഓക്കെ ഐ വിൽ ടേക്ക് ഇറ്റ്. എല്ലാ ചുരിദാറും എൻ്റെ ഉള്ളത്. ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഒളിപ്പിച്ചു വെക്കൊന്നുമില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയും. ഇത്താത്ത ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം നാട്ടിലായിരുന്നു, നമ്മളെല്ലാവരും പെരുന്നാൾക്ക് ഒരുമിച്ചായിരുന്നു. കണ്ണൂരിലെ എല്ലാ ഉപ്പിയും എല്ലാവരും നമ്മൾ നാട്ടിൽ ഒരുമിച്ച് പോയി. അപ്പൊ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഐ തോട്ട് ഐ വിൽ ബൈ ഫ്രം ഇന്ത്യ. പക്ഷെ വീട്ടിലെത്തിയിട്ട് വീട്ടുകാരെല്ലാവരും ഉണ്ട്, പുറത്തൊന്നും പോകാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ താത്തോണ്ട് താത്ത എനിക്ക് കുപ്പായില്ല എന്താ ചെയ്യല്. ലൈക്ക് ഐ ബോട്ട് എ ഡ്രസ്, ഡു യു വാണ്ട് ടു സീ ഇറ്റ്? ഐ ആം ലൈക്ക് യാ. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഗ്രേ ബ്യൂട്ടിഫുൾ ഡ്രസ്. അപ്പൊ അങ്ങനെ ഇട്ടു. നമ്മളേക്ക് ഞാൻ ഇതെടുക്കാൻ എന്നിട്ട് ഞാൻ ഒറ്റ പോക്ക് റൂമിൽ ലോക്ക് ചെയ്തു. ജുമാന മൈ ഡ്രസ് ആയിട്ടത് ഞാൻ ഇതിടാൻ പോണെയാണ്. I give it back to her. നല്ല രസമുണ്ട് ഈ സ്ലാങ് ഇങ്ങനെ കേട്ടിരിക്കാൻ. കണ്ണൂർ സ്ലാങ്. ഓക്കെ, ലോയർ ആയിരുന്നില്ലേ? ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് ഗ്രാജുവേറ്റഡ്, ദാറ്റ്സ് ഇറ്റ്. അതെന്താ വേണ്ടാന്ന് വെച്ചതാണ്? അങ്ങനെയല്ല, കാരണം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ തന്നെ when I got into the college I started all of this. അപ്പൊ അങ്ങനെ I went with the flow. ഇപ്പോഴും ടിക്ടോക്ക് ഒക്കെ ലൈക് മുടങ്ങാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയരുത്, കോണ്ടന്റ് എന്ന് പറയണം. Do you like to create content? I'm just messing. Yeah, I make TikToks every day. I like to make videos. പക്ഷെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല. വെരി സംടൈംസ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താലൊന്നും ആ വീഡിയോ വർക്ക് ആവില്ല. അപ്പൊ പ്ലാൻ ചെയ്യില്ല, ഓക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ തിരിയണം. അല്ല, വാട്ട് കംസ് ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പൊ നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രസ് ചെയ്ത് പുറത്തൊക്കെ പോയാൽ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാന്ന് പ്ലാൻ ചെയ്തു. അല്ല, ഡ്രസ് ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. അത് കാരണം ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ഐ ലുക്ക് വെരി ഹോംലെസ്. I'm in a normal pajama, my t-shirt, mask, cap, done. അത് മതി. അത് മതി. I like to. എന്താണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ എപ്പോഴായിരുന്നു? യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ കുറെ നാളായാലും വീഡിയോസ്. പക്ഷെ ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇടാറുണ്ട്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. കുറെ വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ, ബട്ട് അതൊക്കെ ചെയ്തങ്ങ് ഇടുന്നേ. നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട രീതി ആയിരിക്കില്ല ചിലപ്പോൾ എഡിറ്റർ ചെയ്യുക. അപ്പൊ എനിക്ക് ഇരുത്തി ചെയ്യണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. ഐ ആം വെരി പെർട്ടിക്കുലർ അബൌട്ട് എഡിറ്റ്സ്. ഇതിപ്പോ ഫോട്ടോ ആണെങ്കിലും ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ഈവൻ സാച്ചുറേഷൻ ലെവൽ, കോൺട്രാസ്റ്റ്. ഐ ആം വെരി പെർട്ടിക്കുലർ അബൌട്ട് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ ലവ് ഇറ്റ്. അതായത് മോർ ദൻ ബീയിങ് പെർട്ടിക്കുലർ, ഐ വുഡ് സേ ദാറ്റ് ഐ ലവ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഫാഷൻ, മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തിനോടാ കുറച്ചുകൂടെ ക്രേസ് കൂടുതൽ? എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കറിയില്ല, ക്രേസ് പറയണെങ്കിൽ ഐ ലൈക്ക് ടു സ്റ്റഡി. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഐ വാണ്ടഡ് ടു ബി IAS. പക്ഷെ ഇപ്പൊ നാട്ടിലൊന്നും പഠിക്കാൻ സമ്മതിച്ചില്ല. പറഞ്ഞു പറ്റില്ല, പിന്നെ ഉപ്പാക്ക് ജോലി വിട്ട് വരാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ലോ എടുക്കുന്നത്. So I think I'm the kind of person, if not this, I would have finished my masters and maybe I don't know. വേഗം ഇനിയിപ്പോ പഠിത്തമൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ടല്ലേ? എനിക്കോ? ഇനി പഠിക്കാൻ ഇല്ല, ഇനി വേണ്ട. അതിന്റെ നാക്ക് പോയി. എല്ലാരും പറയും ഒരു ബ്രേക്ക് എടുത്ത് there is very difficult to go back. Because to actually study you need to have proper discipline life in your life. അല്ലേ? അതായത് രാവിലെ സ്കൂളിൽ പോവാ, വരിക, പഠിക്കുക, കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് അറിയില്ല. ഇനിയിപ്പം പഠിച്ചോണ്ട് എന്താ വിധിച്ചെന്ന് അറിയില്ല. കുക്ക് ചെയ്യോ? ഫുഡൊക്കെ ഞാന് കുക്ക് ചെയ്യും. എന്തൊക്കെ ഉണ്ടാക്കും? കടികളൊക്കെ ഉണ്ടാക്കും, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും, ഉന്നക്കായ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എങ്ങനെയാ, ടേസ്റ്റ് ആണോ? ഏതെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടാ? ഫ്ലോപ്പ് പറയണെങ്കിൽ ഒബ്വിയസ്ലി ഷേപ്പ്ലെസ് ആയിരിക്കും. പക്ഷെ അത് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്താ പറയാ, ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെ കുക്കിംഗ് അറിയില്ല എന്നൊന്നും പറയില്ല, പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ, നമ്മൾ ഉണ്ടാക്കിയൊന്നും കിട്ടില്ല. അതായത് നമ്മൾ ഉണ്ടാക്കണ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഇല്ല, ഉമ്മക്ക് അറിയാം ഉമ്മ ഉണ്ടാക്കണത് എനിക്ക് അധികം ഇഷ്ടമാണ്. ബട്ട് മൈ സിസ്റ്റർ കുക്ക്സ് റിയലി വെൽ. മൈ മോം ഓൾസോ നന്നായിട്ട്, ഭയങ്കര എനിക്കിഷ്ടമാണ്. ഇപ്പൊ വീഡിയോസ് അല്ലേ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ എന്താ ഹോബീസ് ഒക്കെ ചെയ്യാറ് വീട്ടില്? പാട്ടേക്കണ ഇഷ്ടം, അതൊരു ഹോബിയാണോ? അതൊരു ഹോബിയാ. പാട്ടേക്കണ ഇഷ്ടം, പിന്നെ സിനിമ കാണും, പിന്നെ ഫാമിലി. ഫ്രീ ടൈമിലൊക്കെ ഐ വുഡ് റാദർ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ദാൻ ഡൂയിങ് സംതിങ് എൽസ്. വർക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞാല് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ പോകും, വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ ഇത്താത്തന്റെ കുട്ടികൾ, 2 കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. And now she's pregnant with the 3rd baby, mashallah. So I would love to spend time with family. Okay. എന്തായാലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, വീഡിയോസ് എടുക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു സിനിമ സെറ്റിൽ വന്നപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള വേറെ കാര്യങ്ങൾ എന്തൊക്കെയാ, ലൈക്ക് അതർ ദാൻ ആക്ടിങ്?
സല്യൂട്ട് ടു നിഖിലേട്ടൻ. ഡയറക്ടേഴ്സ് അവര് ചെയ്യുന്ന ഈ തൊഴിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യുക, പിന്നെ ഉദ്ദേശിച്ച പോലെ സാധനം കിട്ടുക, പിന്നെ അവരിങ്ങനെ ആക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. മാനേജ് ചെയ്യുന്ന വലിയ എളുപ്പമുള്ള ഒരു കാര്യമില്ല. അത് കാണാൻ നമുക്ക് ടെൻഷൻ ആവും. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിഖിലേട്ടാ ഹൗ ഡു യു ഡു ഇറ്റ്. ചിലപ്പോ ദേഷ്യം വരുമായിരിക്കും, കാരണം ഇത്ര ആൾക്കാരെ മാനേജ് ചെയ്യുന്നതിന് ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക്. സോ ഐ തിങ്ക് അതൊക്കെ തന്നെയാണ് ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പേഷ്യൻസ് ഉണ്ടാവണം. ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച ടൈമിലായിരിക്കില്ല തീരെ. അത് എല്ലാം ടൈം എടുത്തിട്ട് ചെയ്യണമല്ലോ. അതതിന്റെ ക്യാമറ ടെക്നിക്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ നോക്കിയോ? എന്ത് ക്യാമറയിലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ എടുക്കുക. എനിക്ക് സോണി അറിയാം, ഇവരെ പോലെ റെഡ് ഒന്നും അറിയില്ല. നോർമൽ ക്യാമറ അറിയാം. തരുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ഫോട്ടോ എടുത്ത് തരാം. വേണോ? വേണ്ട. ഓക്കെ. ഈ ഇതൊക്കെ വെച്ചിട്ട് ഇവര് സെറ്റിൽ കളിയാക്കുമായിരുന്നു, വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട്. വെരി ഫ്രണ്ട്ലി, ഭയങ്കര ഇത്രയും ഫ്രണ്ട്ലി, ഇത്രയും ഭയങ്കര ഒരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും. ഞാൻ പറഞ്ഞില്ല, അവസാനം വീട് പോലെയായി. അവിടെ കിടന്ന് ഉറങ്ങി ഞാൻ. അല്ല, നമ്മളിങ്ങനെ ടൈം ആകുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ ഉറങ്ങാം. ഫുഡ് അടി ആയിരുന്നോ? ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, വലിയൊരു വീടായിരുന്നു. ഓക്കെ ഓക്കെ. ഇല്ല, ഞാൻ ഫുഡ് കഴിക്കുമോ അധികം? എവിടെ ഇഷ്ടം? നാട്ടിലാണോ അതോ അവിടെയാണോ കൂടുതൽ നിക്കാൻ ഇഷ്ടം? എന്താ തോന്നണേ? ഞാൻ എന്റെ നാട്, ഞാൻ പോയിട്ടില്ല അങ്ങനെ പുറത്തേക്കൊന്നും. എന്നാലും ഒരുപാട് പേര് ചോദിക്കുമ്പോ നാട് മിസ് ചെയ്യും അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യില്ലേ നമ്മള്. ഐ എം എൻ ഇന്ത്യൻ, ഐ എം ഫ്രം കേരള, ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് വളരെ ഇഷ്ടമാണ് നാട്ടിൽ നിൽക്കുന്നത്. ഞാൻ എല്ലാ വർഷവും വരും നാട്ടില്, കണ്ണൂര്. ഞാൻ ഫാമിലി എല്ലാവരും വെക്കേഷൻ വരും. പിന്നെ ഉപ്പാന്റെയും അളിയന്റെയും അവരുടെ ഒക്കെ ജോലി അബുദാബിയിൽ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ സെറ്റിൽ ആയത്. അല്ലെങ്കിൽ നമ്മള് യു വിൽ സീ മീ ഇൻ കണ്ണൂർ വീട്ടില്. നമ്മുടെ പ്രൊഡ്യൂസർ കണ്ണൂരാ. ആര്? തലപ്പുറം അറിയാം. പക്ഷെ എന്താ പറയാ, ദുബായില് അവിടെ വളർന്നത് കൊണ്ടും അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. വളരെ എനിക്ക് സ്നേഹമാണ് ആ സ്ഥലത്തോട്. പക്ഷെ ഇത് എത്രയായാലും നാട് തന്നെയാ. നാട്ടിലെ വൈബും വേറെയാ. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇറ്റ്സ് എ ഡിഫറെന്റ് വൈബ്, ഹോൾ ഡിഫറെന്റ് വൈബ്. ആ മഴയും ആ ക്ലൈമറ്റും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ ഈ ഷൂട്ടിന്റെ സെറ്റിലും ഫുള്ള് ഇവിടെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇവിടെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? പക്ഷേ 2 വർഷം 3 വർഷം മുന്നേ ചെയ്തത്. 2 വർഷമായില്ലേ ചേട്ടാ? അതല്ലേ പിള്ളേരൊക്കെ വലുതായി എന്ന് പറയുന്നത്. വലുതായി കാണുമ്പോ ചോട്ടൂസായിരുന്നു. വലുതേ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? ഫേവറേറ്റ്സ് ഓഫ് ജുമാന. ഞങ്ങളൊന്ന് അറിയട്ടെ. ഓക്കെ, ടപ്പേന്ന് ആൻസർ പറയണം. എനിക്ക് അങ്ങനെ ഫേവറേറ്റ്സ് ഇല്ല. എനിക്ക് എല്ലാത്തിനോടും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും മനസ്സിലാദ്യം ഫേവറേറ്റ്സിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ മനസ്സിലാദ്യം വരുന്ന കാര്യം പറഞ്ഞാൽ മതി. I don't discriminate people, but tell me. Okay. Favorite actor? സൂര്യ. Okay. ഇതുപോലെ ഭയങ്കര ഇഷ്ടം സൂര്യനെ. എന്താ? സൂര്യയുടെ സിനിമാസ് എല്ലാം ചെറുപ്പം മുതലേ എനിക്ക് പുള്ളിക്കാരനൊരു ഇഷ്ടം തോന്നി. എനിക്ക് തോന്നുന്നത് അതൊരു ഇഷ്ടമാണ്. പക്ഷെ ലാലേട്ടൻ, മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ സൂര്യ ചേട്ടനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. സൂര്യയുടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി ഏതാ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലല്ലോ, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. ഓക്കെ. ഫേവറേറ്റ് ആക്ട്രസ്? ഫേവറേറ്റ് ആക്ട്രസ്, അയ്യോ എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് ഗംഗുബായി, ആലിയ എനിക്കിപ്പോ നല്ല ഇഷ്ടമാണ്. എല്ലാരും ഇഷ്ടമാണ് കേട്ടോ. ഇല്ല, ഇതിപ്പോ നമ്മൾ ഒരാളെ പറഞ്ഞു വിചാരിച്ച് ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫോർ എ ഫൺ ഗെയിം അത്രേ ഉള്ളൂ. ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ? എന്റെ വീട് തന്നെയാണ്. ഇപ്പൊ വീട്ടുകാർ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവരോട് പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പോകണമെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോകും. അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാം ഉമ്മാന്റെ കൂടെ, ഉപ്പാന്റെ കൂടെ, താത്തന്റെ കൂടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഉമ്മാന്റെ ഫുഡൊക്കെ കഴിച്ച്. അതെ, ഉമ്മാന്റെ മടിയിൽ കിടന്നുറങ്ങി. അത് വേറെ തന്നെ ഒരു. എപ്പോഴും ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ നിങ്ങള്? ഫാമിലിയാ. എപ്പോഴും പോവാല്ലേ? ഓക്കെ. ഫേവറേറ്റ് കളർ? ന്യൂഡ് കളേഴ്സ്. ഓക്കെ. ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്? സൽവാർ കമീസ്. ഓക്കെ. ഫേവറേറ്റ് ബ്യൂട്ടി ബ്രാൻഡ്? കുറേ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ബട്ട് ഐ തിങ്ക് ഐ ലൈക്ക് ഫെൻഡിന്റെ ഫൗണ്ടേഷൻ. ഐ ലൈക്ക് ലിപ്സ്റ്റിക് ഫ്രം മേക്കപ്പ് ഫോർ എവർ. ദെൻ ഹുദ ബ്യൂട്ടിന്റെ ഐ ഷാഡോ പാലറ്റ്. അങ്ങനെ
ബ്ലോഗറായും ടിക്ടോക്കറായും ഒക്കെ നമുക്ക് സുപരിചിതയായ താരമാണ് ജുമാന. ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന ചിത്രത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെയും ജുമാന എത്തുകയായിരുന്നു. എന്നാൽ ജുമാന യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ്. എന്നാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, താൻ ഒരു ഗ്രാജുവേറ്റ് മാത്രമെന്നാണ് താരം പറയുന്നത്. ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന ചിത്രത്തിൽ നായികയായി എത്തിയത് ജുമാനയാണ്. മലബാറിലെ ഒരു ഉമ്മച്ചിക്കുട്ടിയായിട്ടാണ് ചിത്രത്തിൽ ജുമാന എത്തുന്നത്. മാത്രമല്ല കണ്ണൂരുകാരിയാണ് ജുമാന. ഒമർ ലുലു ഒരുക്കിയ പെഹ്ലെ പ്യാർ എന്ന ഹിന്ദി ആൽബത്തിലൂടെയാണ് ജുമാന അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ജുമാനയുടെ ഭർത്താവ് അജ്മൽ ഖാനാണ് ആൽബത്തിൽ നായകനായി എത്തുന്നത്.